ഇത് കേവലം ഒരു ചിത്ര സമർപ്പണമല്ല, മറിച്ച് ഗുരുവായൂരപ്പന്റെ ഭൂമിയിലേക്ക് വരയ്ക്കാൻ വേണ്ടി എന്നെ നിയോഗിച്ച ഒരു ദേവിയുടെ കഥയാണ് ഇത്. തൃശൂർ ജില്ലയിലെ കണ്ടാണിശ്ശേരി മൂത്തേടത്ത് ഭഗവതി ക്ഷേത്രം. അന്നൊരു കൊടുങ്ങല്ലൂർ യാത്രക്കിടയിലാണ് മൂത്തേടത്ത് ക്ഷേത്ര ഭാരവാഹികൾ തങ്ങൾക്ക് സ്വന്തമായൊരു ദേവീ ചിത്രം വരച്ചു നൽകണമെന്ന ആവശ്യമായി എന്നെ സമീപിക്കുന്നത്. ഇതൊരു നിമിത്തമായി കരുതിയ ഞാൻ പുനഃപ്രതിഷ്ഠയ്ക്കൊരുങ്ങിയ മൂത്തേടത്ത് ഭഗവതിയുടെ ബാലാലയ പ്രതിഷ്ഠ കണ്ടു മനസ്സിലാക്കി ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചു. ദാരികവധം കഴിഞ്ഞ ശ്രീഭദ്രകാളി തൻ്റെ ക്രോധമടക്കി സൗമ്യയായി ഭക്തരെ അനുഗ്രഹിക്കുന്ന വിധത്തിലാണ് ഇവിടെ ദേവീ സങ്കല്പം. നാഗചൈതന്യം കൊണ്ട് സമ്പന്നമായ ഭൂമിയിൽ കുടികൊള്ളുന്ന ഭഗവതിക്ക് നാഗങ്ങളുമായുള്ള അടുത്ത ബന്ധം സൂചിപ്പിക്കാൻ പ്രതീകമായി സ്വർണവർണ്ണത്തിൽ നാഗങ്ങളെ ദേവിക്ക് അലങ്കാരമായി ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചതുർബാഹുക്കളിൽ ഖഡ്ഗം, കപാലം, ത്രിശൂലം, പരിച എന്നിവ ധരിച്ച് സവിശേഷമായ കിരീടവും പുഷ്പമാല്യവും ആടയാഭരണങ്ങളും ചാർത്തി സർവാലങ്കാര വിഭൂഷിതയായ ഭഗവതി ശാന്തഗംഭീരഭാവത്തിൽ എൻ്റെ ക്യാൻവാസിൽ മിഴി തുറന്നു. അങ്ങനെ ചോദ്യനാളിലെ ദേവീ പ്രതിഷ്ഠയ്ക്കു ശേഷം ക്ഷേത്രസന്നിധിയിൽ വെച്ച് ഈ ഛായാചിത്രം ക്ഷേത്രം തന്ത്രി അനാച്ഛാദനം ചെയ്തു. പിന്നീട് അങ്ങോട്ട് മൂത്തേടത്ത് കുടുംബാംഗങ്ങളുടെ അഭിനന്ദന പ്രവാഹമായിരുന്നു. തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നാഗക്കളവും ഭൂതക്കളവും ഭൈരവൻ, മുത്തപ്പൻ, വിഷ്ണുമായ കളങ്ങളും ഭഗവതി പാട്ടും ഒക്കെ കാണാൻ സാധിച്ചു. തൃശ്ശൂരുകാരുടെ സ്നേഹം എന്താണെന്ന് ഈ ഒരു കുടുംബക്ഷേത്രത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ക്ഷേത്രങ്ങളുടെ നാടായ തൃശ്ശൂരിലേക്കുള്ള എൻ്റെ മൂന്നാമത്തെ ചിത്രവും സമർപ്പിച്ച് അമ്മയെ തൊഴുതു ഞമ്മടെ